ക്രിസ്തു മാർഗത്തെ ഒരു തത്വശാസ്ത്രമായി മാത്രം കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായ വിശുദ്ധ ബൈബിൾ, അത് ഒന്നും അറിയാതെ തന്നെ ബൈബിളിനെക്കുറിച്ച് കവലപ്രസംഗം നടത്തുവാൻ പലർക്കും കഴിയുന്നു. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരുടെ പ്രാഥമിക യോഗ്യത അവർ വ്യക്തിപരമായി ക്രിസ്തുവിനെ അറിഞ്ഞവരായിരിക്കണം എന്നുള്ളതാകുന്നു. വ്യക്തിപരമായി ദൈവവുമായി ബന്ധമില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോഴാണ് സുവിശേഷം വികലമായിത്തീരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശുദ്ധ പൗലോസിൻ്റെ വെളിപ്പാടുകളുടെ ആധികാരികതയുടെ കാരണം തനിക്ക് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമായിരുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വരെ നമ്മൾക്കിന്ന് ചിന്തിക്കാം. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉദ്യോഗപ്രകാരം എന്നല്ലോ നാം വായിച്ചത്. കൊലോസിയിലുള്ള ജാതികളായവർക്കാണ് പൗലോസ് ഇതെഴുതുന്നത് എന്നോർക്കണം. അവരും ഈ പുതിയ വ്യവസ്ഥിതിയിലെ ഒരു പങ്കാളിയാണ്. പുറം ജാതിയിൽപ്പെട്ടവരും സഭയിൽ പങ്കാളികളാണ് എന്നർത്ഥം. ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് എന്ന് നാം വായിച്ചു. ഇത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ സുവിശേഷം ജാതികളുടെ അടുക്കലേക്കും ചെല്ലേണ്ടത് ആവശ്യമാണെന്ന വസ്തുത ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെടുത്താത്തതും എന്നാൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ ഒന്നിനെയാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ളതല്ല മർമ്മം എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ അറിവായിരുന്ന കാര്യമാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തെയും ജാതികളോടൊപ്പം ഒരേ നിലയിൽ ദൈവം കാണും എന്നുള്ളതാണ് മർമ്മം. അഥവാ പുതുമയുള്ള സംഗതി അതാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം യഹൂദന്മാരെയും യവനന്മാരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എടുത്ത് സഭ എന്ന പേരുള്ളൊരു പുതിയ സമൂഹത്തിൽ ചേർക്കുന്നു. ആ കാര്യം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. പൗലോസ് മാത്രമല്ല മർമ്മം മനസ്സിലാക്കിയിരുന്നത്. ആ കാലത്തുണ്ടായിരുന്ന വിശുദ്ധന്മാരും അത് മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. നാം ക്രിസ്തുവിലായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വാസം അർപ്പിക്കുന്നതായ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ വിശ്വാസികളുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. ഞാനും താങ്കളും പുതിയ ഒന്നിൽ, അതായത് സഭയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. സഭയ്ക്ക് മഹത്വകരമായ ഒരു ഭാവിയുണ്ട്. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ അഥവാ പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രസംഗിക്കുന്നതല്ല സുവിശേഷം. പിന്നെയോ അത് അവനെ, അതായത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷകന്മാർക്കുള്ള 2 കൽപ്പനകൾ ഇവിടെയുണ്ട്. നാം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പാപികളെ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തി അവരെ വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നാം സുവിശേഷം പ്രസംഗിക്കണം. ഓരോ വ്യക്തിയോടും നാം സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കേണ്ടതാണ്. വിശ്വാസികൾ കൃപയിൽ വളരുന്നവരും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ വിശ്വസ്ത അംഗങ്ങളായിരിക്കുന്നതിന് വേണ്ടി നാം അവരെ പ്രബോധിപ്പിക്കേണ്ടതാണ്. പ്രാദേശികമായ കൂട്ടത്തിൽ ക്രിസ്തുവിനെ സേവിക്കുവാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതത്രേ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്ന് നാം വായിച്ചല്ലോ. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെ പരമമായ ഉദ്ദേശം. ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിൽ പക്വതയും പൂർണ്ണതയും ഉള്ളവനാക്കി തീർക്കുക. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാരശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പോരാടുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം വ്യഥ അനുഭവിക്കുക എന്നാണ്. പോരാടുക, തൻ്റെ സ്വന്തമായ സാക്ഷ്യമാണ് വിശുദ്ധ പൗലോസ് ഇവിടെ നൽകുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുന്നു. അവൻ പറയുന്നു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം എന്ന്. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും താല്പര്യം ഇന്ന് ഇതായിരിക്കേണ്ടതത്രേ. 2 കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ നമ്മിൽ ബലത്തോടെ വ്യാപരിക്കും. ഒന്ന്, ജനം രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും കൃപയിൽ വളർത്തുകയും ചെയ്യുന്നതിനു വേണ്ടി അവൻ നമ്മെ സഹായിക്കും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോകുകയാണ്. ക്രിസ്തു തത്വശാസ്ത്രത്തിനുള്ള മറുപടിയാണെന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ബാക്കിയുള്ള ഭാഗത്ത് ക്രിസ്തു ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നാം കാണും. ശ്രദ്ധിച്ചോണം, തത്വശാസ്ത്രത്തിനുള്ള ഉത്തരം, ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള ഉത്തരം. തത്വശാസ്ത്രത്തിനുള്ള മറുപടി തലയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള മറുപടി ഹൃദയത്തിനും വേണ്ടിയുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസത്തെ തത്വശാസ്ത്രപരമായി കാണുന്നതിനും അതുപോലെ തന്നെ അതിനെ വെറും ആചാരാനുഷ്ഠാനമായി കാണുന്നതിനുമുള്ള അപകടകരമായ ഒരു വലിയ സാധ്യതയുണ്ട്. ഇത് രണ്ടും അപകടം പിടിച്ചതാണ്. അതിനാൽ ഈ 2 കാര്യങ്ങളിലും നാം വളരെയധികം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ്. ക്രിസ്തീയത്വം എന്നാൽ ക്രിസ്തു എന്നാണ് അർത്ഥം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് കൈകാര്യം ചെയ്തിരിക്കുന്ന 5 തെറ്റുകൾ, അല്ലെങ്കിൽ പൗലോസ് ചെയ്ത തെറ്റുകളല്ല, കൊലോസിയിലെ സഭയിലുണ്ടായിരുന്ന 5 തെറ്റുകളുണ്ട്. ഒന്നാമത് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പറയുന്നു വശീകരണ വാക്കുകൾ. ഇനിയും 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തത്വശാസ്ത്രം. അതുപോലെ തന്നെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിയമസിദ്ധാന്തം. 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിഗൂഢാത്മകത്വം. ഇനി ഒടുവിലായി 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ സന്യാസവൃത്തി. ഇവ ഇന്നും സഭയ്ക്ക് അപകടം പിടിച്ച സംഗതികളാണ്. ഈ 2-ാം അധ്യായം പഠിക്കുന്നതോടൊപ്പം നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യേണ്ടതത്രേ. നാം ഏത് വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത് നമുക്ക് കാണിച്ചു തരും. അനേക ബൈബിൾ വിശ്വാസികൾ പോലും ഇതിൽ ഒന്നിലേക്കോ അതോ ഒന്നിലധികം കാര്യങ്ങളിലേക്കോ വഴുതിപ്പോകുന്നത് കാണുന്നുണ്ട്. ക്രിസ്തു തത്വജ്ഞാനത്തിനുള്ള ഉത്തരം കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും
ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നുവെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ലവോദിക്ക കൊലോസ്യയ്ക്ക് അടുത്തുള്ള ഒരു പട്ടണമായിരുന്നു. കൊലോസ്യ ഒരു വലിയ നഗരമായിരുന്നു. എന്നാൽ അതിന് ലവോദിക്കയോളം വലിപ്പമില്ലായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളിൽ ഒന്ന് ലവോദിക്ക സഭയായിരുന്നുവല്ലോ. ശീതോഷ്ണ സ്ഥിതിയിലുള്ള സഭ എന്നാണ് ലവോദിക്ക സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പോരാട്ടം എന്ന വാക്കിന് ഇവിടെയും വ്യഥ അനുഭവിക്കുക എന്ന അർത്ഥമാണുള്ളത്, ഭാരപ്പെടുക എന്ന അർത്ഥമാണുള്ളത്. കൊലോസ്യയിലും ലവോദിക്കയിലും ഭയങ്കരമായ ആത്മീയ അപകടസ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്ന് പൗലോസ് മനസ്സിലാക്കി. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ വലിയ വ്യഥയ്ക്ക് കാരണമായി. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സന്തുലിതമായി നിൽക്കാതെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ തലമുറയിലെ ക്രിസ്തീയ സഭയും ഇന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്ന സ്ഥിതിയിലല്ലേ? ഒരു വിഭാഗത്തിന് ക്രിസ്തീയത്വം ഒരു സാമൂഹിക രാഷ്ട്രീയ ചിന്താഗതി മാത്രമായി അധപ്പതിച്ചിരിക്കുമ്പോൾ വേറൊരു കൂട്ടത്തിന് ഈ മാർഗം ആചാരാനുഷ്ഠാനങ്ങളിൽ തണുത്തുറഞ്ഞിരിക്കുന്ന ഒരു ഒഴിയാബാധയാണ്. തങ്ങളുടെ താൽക്കാലിക സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വേദി മാത്രമാണ് അവർക്ക് സഭ. പണമുണ്ടാക്കുവാനും പ്രശസ്തിക്കും സ്വാധീനത്തിനും വേണ്ടിയുള്ള കിടമത്സരമല്ലേ ക്രിസ്തീയ സഭകളിലും? ഇന്ന് നാം അതാണ് കണ്ടുവരുന്നത്. സഭയ്ക്ക് വേണ്ടി മനം നൊന്ത് കരയുന്ന ദൈവമക്കളെ ഇന്ന് ആവശ്യമായിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ താങ്കൾ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. വിശുദ്ധ പൗലോസിൻ്റെ വേദന വിവരിക്കുന്നത് ശ്രദ്ധിച്ചാലും കൊലോസ്യയിലും ലവോദിക്കയിലും ഉണ്ടായിരുന്ന സഭകളിലെ വിശ്വാസികളെക്കുറിച്ച് പൗലോസ് ആഗ്രഹിച്ച 5 കാര്യങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നാമും ഇന്ന് സഭയ്ക്കു വേണ്ടി മനം നൊന്ത് പ്രാർത്ഥിക്കേണ്ടതത്രേ. ലവോദിക്കയിലെ സഭയുടെ ശീതോഷ്ണ സ്ഥിതിക്ക് കാരണം എന്തായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. അവർക്ക് ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടു പോയിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിപരമായ ആവശ്യങ്ങൾക്ക് ക്രിസ്തു ഉത്തരം നൽകുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയവാഞ്ചയ്ക്കും അവൻ ഉത്തരം നൽകുന്നു. ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി എന്ന് നാം ഇവിടെ വായിക്കുന്നു. എഫെസോസിൽ നിന്ന് ഏകദേശം 100 മൈൽ അകലെയാണ് കൊലോസ്യ സ്ഥിതി ചെയ്തിരുന്നത്. പൗലോസ് 2 പ്രാവശ്യം എഫെസോസിൽ വന്നപ്പോഴും അവൻ കൊലോസ്യയിലേക്കോ ലവോദിക്കയിലേക്കോ പോയിരുന്നില്ല എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 2ാമത്തെ പ്രേക്ഷിത യാത്രയിൽ ആസിയയിലേക്ക് പോകുവാൻ ശ്രമിച്ചാറ് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിലക്കുകയാണ് ഉണ്ടായത്. അതിനാൽ പൗലോസ് വടക്കോട്ടുള്ള വഴിക്ക് തിരിഞ്ഞ് യാത്ര തുടരുകയാണ് ചെയ്തത്. തുടർന്ന് 3ാമത്തെ തൻ്റെ പ്രേക്ഷിത യാത്രയിലും പൗലോസ് അപ്പോസ്തലൻ വടക്കോട്ടുള്ള ദിക്കിലൂടെയാണ് യാത്ര ചെയ്തത്. അവൻ പറയുന്നു, ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവർ എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും പൗലോസ് ഈ പട്ടണങ്ങൾ സന്ദർശിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് എന്ന് പൗലോസ് പറയുന്നു. ഹൃദയം ആന്തരിക മനുഷ്യനെ മുഴുവനെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ആവേശവും വികാരത്തള്ളലുമാണ് അതിൽ നിന്നും അർത്ഥമാകുന്നത്. അവരുടെ ഹൃദയങ്ങൾ, അവരുടെ വ്യക്തിത്വം പൂർണ്ണ ആളത്വത്തിന് ആശ്വാസം ലഭിക്കേണ്ടതിനായിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ആശ്വാസം എന്നതിന് ശക്തിപ്പെടണം എന്നും അർത്ഥമുണ്ട്. അവരുടെ ഹൃദയം ശക്തിപ്പെടണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് എന്ന് നാം വായിക്കുന്നുവല്ലോ ഈ വാക്യത്തിൽ. സ്നേഹമാണ് അവരെ ഐക്യപ്പെടുത്തുന്നത്. ആത്മീയത കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ ഒരു സഭയ്ക്ക് ഏകീഭവിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസികളെ തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്നത് സ്നേഹമാണ്. വിവേകപൂർണതയുടെ സമ്പത്ത്. വിശ്വാസികൾ ആത്മീയ പുരോഗതിയിലേക്ക് യാത്ര ചെയ്യേണ്ടതാണെന്നത്രേ ഇതിൻ്റെ അർത്ഥം.
ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം എന്ന് നാം ഇവിടെ വായിക്കുന്നു. അതെന്താണ്? സഭയാണ് ഈ മർമ്മം. കാരണം അത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. ദൈവം ജാതികളെ രക്ഷിക്കാൻ പോകുന്നു എന്ന കാര്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവരെ രക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പെന്തക്കോസ്ത് ദിവസം ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുവാൻ തുടങ്ങി. ദൈവം ഒരു കൂട്ടം ആളുകളെ വിളിച്ച് പരിശുദ്ധാത്മ സ്നാനം നൽകി അവരെ വിശ്വാസികളുടെ സമൂഹത്തിൽ ആക്കി തീർത്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യമാണ് വിശദീകരിക്കുന്നത്. പൗലോസ് അവിടെ പറയുകയാണ്, ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഒരു ഭൗതിക ശരീരം ഉള്ളവനായിരുന്നു. ഇന്ന് ക്രിസ്തുവിന് ഇവിടെ ഒരു ആത്മീയ ശരീരമുണ്ട്. സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന, അവനിൽ വിശ്വാസമർപ്പിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് ആ ആത്മീയ ശരീരം. അത് ക്രിസ്തു തന്നെ. അതുകൊണ്ടത്രേ അവൻ തർസോസുകാരനായ ശൗലിനോട്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ചോദിച്ചത്. ആളത്വപരമായ രീതിയിൽ ശൗൽ യേശുവിനെ ഉപദ്രവിക്കുകയായിരുന്നു. സഭ ക്രിസ്തുവാണ്, അത് അവൻ്റെ വകയാണ്. ഇതത്രേ ക്രിസ്തു എന്ന ദൈവമർമ്മം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് സഭയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ യോഗ്യരായിരിക്കുന്നു. അതാണ് സഭയിൽ ഐക്യതയുളവാക്കുന്ന കാര്യം. സഭയുടെ ഐക്യത ഉണ്ടാക്കുവാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന സഭാ ഐക്യം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുക അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് ആ ഐക്യത നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ സകല വിശ്വാസികളെയും ഒരേ ശരീരത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കണം എന്നേ നമ്മോട് പറയുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആത്മാവിൻ്റെ ഐക്യത നാം സൂക്ഷിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. നാം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. നമുക്ക് വേണ്ടിയതെല്ലാം ക്രിസ്തുവിലുണ്ട്. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ്. സകല ജ്ഞാനത്തിൻ്റെയും സംഭരണ കേന്ദ്രമാണ് ക്രിസ്തു. ക്രിസ്തു ദൈവമർമ്മം മാത്രമല്ല, ദൈവജ്ഞാനവുമാണ്. ജ്ഞാനം ഗ്രഹണശക്തിയെ കുറിക്കുന്നു. പരിജ്ഞാനം ഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ച് വിവേചനയോടുകൂടെ തീരുമാനമെടുക്കുന്നതിനെ കാണിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജ്ഞാന ഭണ്ഡാകാരമാണ്. എന്നാൽ പ്രഥമദൃഷ്ട്യാ ആ ജ്ഞാനം ദൃശ്യമല്ല. പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി നാം അവയെ കണ്ടെത്തണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ അത് കഴിയും. എന്നാൽ അവിശ്വാസികൾക്ക് അത് മറവായിരിക്കും. ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിൻ്റെ മർമ്മമാണ്. കാരണം അവനിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ മറഞ്ഞിരിക്കുന്നത്. സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുന്നു. ആ ജ്ഞാനത്തെ അഭിനന്ദിക്കുന്നതും അതിൻ്റെ പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കുന്നതും അതിനെ ഉപയോഗിക്കുന്നതും അതിൻ്റെ പ്രായോഗിക വശങ്ങളും എല്ലാം പരിജ്ഞാനം എന്ന വാക്കിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇനിയും നമുക്ക് ആർക്കും തന്നെ പൂർണ്ണമായ അറിവില്ല എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എവിടെ നമുക്ക് പൂർണ്ണമായ ജ്ഞാനം കണ്ടെത്തുവാൻ കഴിയുമെന്ന കാര്യം നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതത്രേ. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നിരിക്കുന്നു. അത് നാം വിശ്വസിക്കേണ്ടതത്രേ. നാം വായിച്ചു, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയുമുണ്ട്. അതത്ര മനോഹരമായ കാര്യമാണ്. തുടർന്ന് പൗലോസ് കൊലോസിയിലെ സഭയിൽ ഉണ്ടായിരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, വശീകരണ വാക്കുകൾ. 4-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ
ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. പൗലോസ് ഇവിടെ തത്വജ്ഞാനത്തെയും വശീകരണ വാക്കുകളെയും കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങുന്നു. വേദപുസ്തകത്തിന് പകരം തത്വജ്ഞാനവും മനഃശാസ്ത്രവും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വേദപുസ്തക പഠന ക്ലാസ്സുകളിൽ പോലും ഇവയാണ് കൂടുതൽ ആകർഷകമായി പലർക്കും തോന്നുന്നത്. ബൈബിളിനെക്കുറിച്ച് പരിമിതമായ അറിവും തത്വജ്ഞാനവും മറ്റും അധികമായി അറിയുകയും ചെയ്യുന്നതത്രേ നമ്മുടെ ഇക്കാലത്തെ വലിയ പ്രശ്നം. ഇതേ അപകടം അന്ന് ലവോദിക്കയിലും കൊലോസ്യയിലും ഉണ്ടായിരുന്നു. കൊലോസ്യയിലെ സഭ നശിക്കുന്നതിനുള്ള കാരണം അതാണെന്നത്രേ നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇക്കാരണത്താൽ ലവോദിക്കയിലെ സഭ ഏഷ്യ മൈനറിലെ 7 സഭകളിൽ ഏറ്റവും ബലഹീനമായ സഭയായി തീരുകയും ചെയ്തു. ആത്മീയമായി ഏറ്റവും അധപ്പതിച്ച നിലയിലായിരുന്നു ലവോദിക്ക സഭ. എങ്കിലും തങ്ങൾക്കെല്ലാം ഉണ്ട്, യാതൊരു കുറവുമില്ല എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുതന്നെ പോരായ്മയാണല്ലോ. ഈ പട്ടണങ്ങൾ വളരെ സമ്പന്ന നഗരങ്ങളായിരുന്നു. അവർ അവരുടെ ധനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തെക്കുറിച്ചും എല്ലാം ആത്മപ്രശംസ നടത്തിയിരുന്നു. എന്നാൽ തങ്ങളുടെ വാസ്തവമായ ആത്മീയ സ്ഥിതി കാണുവാനുള്ള കഴിവ് അവർക്കില്ലാതെ പോയി. പൗലോസ് പറയാണ്, വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാനിടയാകരുത്. വശീകരണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വാചാലതയോടുകൂടിയതും മധുരവുമായ പ്രസംഗങ്ങളാണ്. വാസ്തവത്തിൽ പറയേണ്ടത് പറയാതെ വെറുതെ മധുരവാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ വശീകരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുവാൻ ശ്രമിക്കുന്ന അനേകം പ്രസംഗകരുണ്ട്. നല്ല വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേൾക്കുവാൻ മാത്രം പോകുന്നവരുണ്ട്. അവരുടെ ആ വാക്കുകൾ കേൾക്കുവാൻ, വാക്ചാതുര്യം കേൾക്കുവാൻ, അതാണ് ഇന്നത്തെ പ്രശ്നം. ലളിതമായ ദൈവവചനം കേൾക്കുന്നതിനുപരി ബുദ്ധിപരവും വാക്ചാതുര്യത്തോടു കൂടിയ പ്രസംഗങ്ങൾ കേൾക്കുവാനാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. ദൈവവചനം ലളിതമായ രീതിയിൽ പഠിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അവർ വശീകരണ വാക്കുകൾ കൊണ്ട് നമ്മെ ചതിക്കാതിരിക്കുവാനായി പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുക എത്ര ചെയ്യുന്നത്. ദൈവവചനത്തെ അനുഗമിക്കുന്നതിന് പകരം ചില പ്രത്യേക വ്യക്തികളെ അനുഗമിക്കുവാൻ അവരുടെ വാക്കുകൾ പലർക്കും ഇടയാക്കും എന്ന് കാണുന്നു. ഇനിയും 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കൊലോസ്യയിലെ സഭ നിലനിൽക്കുന്ന സ്ഥിരതയുള്ളൊരു സഭയായിരുന്നു എന്ന അറിവായിരുന്നു ഈ പറഞ്ഞ സമയത്ത് പൗലോസിന് ലഭിച്ചിരുന്നത്. പൗലോസ് പറയും, നിങ്ങളുടെ ക്രമവും കണ്ട് എന്ന്. ക്രമം എന്ന വാക്കിൻ്റെ അർത്ഥം തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നാണ്. ക്രിസ്തു വിശ്വാസികൾ അപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, തോളോട് തോൾ ചേർന്ന് നിന്ന്. എന്നാൽ അതിനു പകരം ഇന്ന് പലരും മറ്റ് വിശ്വാസികൾക്ക് തുരങ്കം വെക്കുകയും മുതലെടുക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുക എത്രേ ചെയ്യുന്നത്. നമുക്ക് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സ്ഥിരത എന്നാൽ കുലുങ്ങാത്തതും ഉറപ്പുള്ളതും എന്നർത്ഥമാണ്. ദുരുപദേശത്തിൻ്റെ എതിർപ്പിൽ ഇളകാതെ വിശ്വാസത്തിൽ സ്ഥിരത പാലിക്കുക. ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം ലോകം, ജഡം, പിശാച് ഇവയുടെ പ്രലോഭനത്തിന് വഴങ്ങാതെ സ്ഥിരമായി ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കും. ക്രമവും വിശ്വാസ സ്ഥിരതയും ചേർന്നു പോകണം. ഏതെങ്കിലും ഒന്നില്ലാതെ മറ്റേത് മാത്രമുള്ളത് പുരോഗമിക്കുന്ന സഭയല്ല. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അത് മതഭ്രാന്തായി വരാം, അല്ലെങ്കിൽ അമിതമായ ആചാരാനുഷ്ഠാനമായി മാറാം. ക്രമം സഭയുടെ ബാഹ്യമായ വശത്തെയും സ്ഥിരത ആന്തരിക വശത്തെയും വെളിപ്പെടുത്തുന്നു. ഇവ ഇല്ലാത്തിടത്തോളം സഭ നശിക്കും എന്നോർക്കണം. 6-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നതാണ്. ഒരു വ്യക്തിയെ സ്വീകരിക്കുന്ന ആ വ്യക്തി യേശുക്രിസ്തു അത്രേ. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരു വ്യക്തി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടവനല്ല. ആകയാൽ നിങ്ങൾ കർത്താവായി ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീനെന്ന്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവനിൽ നടപ്പീൻ, ആത്മാവിൽ നടപ്പീൻ,
നടക്കുക എന്നത് ഈ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലുള്ള ഒരു അനുഭവമല്ല. ക്രിസ്ത്യ ജീവിതം ഏതോ വലിയ വികാരഭരിതമായ അനുഭവമാണെന്നും ഒരു റോക്കറ്റിൽ എന്ന പോലെ ശൂന്യാകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഒന്നാകുന്നു എന്നും അനേകർ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നത് അവിടെയല്ല. അത് താങ്കളുടെ വീട്ടിലും ഓഫീസിലും ക്ലാസ് മുറിയിലും പെരുവഴിയിലുമൊക്കെയാണ്. താങ്കൾ നടക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. താങ്കൾ ക്രിസ്തുവിൽ നടക്കണം. നമ്മുടെ ദൈനംദിന നടപ്പിൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവം എന്നെയും താങ്കളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 7-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 7-ാം വാക്യം, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. വേരൂന്നുക എന്നാൽ ഒരു വൃക്ഷത്തെപ്പോലെ വേരുള്ളതാവുക എന്നതാണ് അർത്ഥം. ഒരു വൃക്ഷം ജീവനുള്ള ഒന്നാണ്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഉറച്ച അടിസ്ഥാനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അടിസ്ഥാനം യേശുക്രിസ്തു ആകുന്നു എന്നാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നാം അവനിൽ നടക്കേണ്ടത് ആവശ്യമാണ്. ഒരു വൃക്ഷം എന്ന പോലെ നാം അവനിൽ വേരൂന്നി അവനിൽ നമ്മുടെ ജീവൻ സംഭരിച്ച് അവനിലുള്ള വിശ്വാസമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടും. അങ്ങനെ പണിയപ്പെട്ടിരിക്കണം നാം. വിശ്വാസത്തിൽ ഉറച്ചും എന്ന് പൗലോസ് പറയുവാൻ കാരണം അതാണ്. ഞാനും താങ്കളും ക്രിസ്തുവിനെ പിടിച്ചിരിക്കുന്നത് വിശ്വാസം മൂലമാണ്. താൻ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത കൊലോസ്യയിലെയും ലവോദിക്കയിലെയും സഭകളിലെ സഹോദരങ്ങളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ഭാരം എത്ര ഹൃദയസ്പർശിയാണ്. അവർ ആയിത്തീരണം എന്ന് പൗലോസ് ആഗ്രഹിച്ച 5 കാര്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറയാം. 1, അവരുടെ ഹൃദയങ്ങൾ ശക്തിപ്പെടണം. 2, അവർ സ്നേഹത്തിൽ ഏകീഭവിക്കണം. 3, അവർ പരിജ്ഞാനം പ്രാപിക്കണം. 4, അവർ ക്രിസ്തുവിൽ നടക്കണം. 5, അവർ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. മാത്രമല്ല, നമ്മുടെ സഹവിശ്വാസികളിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുവാൻ നാം എത്രമാത്രം ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു, പരിശ്രമിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ വേരൂന്നിയ ജീവിതമാണ് ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മിലും വസിക്കുന്ന അവസ്ഥയാണത്. ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയും ദൈവവചനവും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടുവല്ലോ. ആത്മീയ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക്, പുതിയ മാനങ്ങളിലേക്ക് ദൈവം നമ്മെ ഈ ക്ലാസ് മൂലം നയിക്കട്ടെ.